നമസ്കാരം. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ യാത്രകൾ അപകടരഹിതമാക്കുന്നതിന് വേണ്ടി കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കി വരുന്ന റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമും ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും പൂർത്തിയായി വരുന്നു. ഇതിന്റെ ഭാഗമായി നോർത്ത് പറവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈപ്പിൻകരയിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും റോഡ് സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാമും അതോടൊപ്പം ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയും ഫിറ്റ്നസ് പൂർത്തിയാക്കിയ ബസ്സുകൾക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റിക്കറുകളും പതിച്ചു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും കൈമാറി. ഞാറക്കൽ ടാലന്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ GS സജി പ്രസാദ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകൾ, അതിനകത്ത് യാത്രക്കാരെന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ. ശരിയല്ലേ? ആ കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ അപ്പോൾ കരുതേണ്ടത്, ഞാനിപ്പോഴും പറയുന്നു, റോഡ് സുരക്ഷയുടെ കാര്യങ്ങളും ഒക്കെ ഇവിടെ അവരോട് പറഞ്ഞു തരും. ടെക്നിക്കലായ കാര്യങ്ങളും ഒരു വാഹനത്തെ പറ്റിയുള്ളതൊക്കെ ഇവിടെ ക്ലാസ്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടത്, ഞാനിപ്പം പറഞ്ഞ പോലെ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന നിലയിൽ എൻ്റെ കടമയുടെ ഭാഗമായി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, ആയമാരായാലും ഡ്രൈവേഴ്സ് ആയാലും എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതെന്ന് വിചാരിച്ചുകൊണ്ടുള്ള പെരുമാറ്റം, അതേപോലെയുള്ള കരുതൽ, അതാണ് നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത. അവിടെയാണ് നിങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ റോഡ് സുരക്ഷാപരമായിട്ടും എഡ്യൂക്കേഷൻ സ്കൂൾ ബസ്സുകൾ ആ ക്ലാസ് റൂമിലേക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും കുഞ്ഞുങ്ങളെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടായമാരുടെ അപ്പുറത്ത് ക്രോസ് ചെയ്യണം, അത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പറഞ്ഞാണ്. അത്ര കരുതലെടുക്കും. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചെയ്താലും അത് ചെയ്യേണ്ടത് സ്വന്തം മനസ്സോടുകൂടി എൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ള രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യും. അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ ഈ ക്ലാസ്സും ഞങ്ങൾ നിങ്ങളോട് ചെലവഴിക്കപ്പെടുന്നതിനകത്തും ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ടാകുന്നത്. എൻ്റെ കുഞ്ഞിലെ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞു തന്നു. എൻ്റെ കുഞ്ഞിലെ ഞാൻ സ്കൂൾ ബസ്സിലാണ് പോയത്. അന്ന് പീതാംബരൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് എൻ്റെ സ്കൂൾ ബസ്സിലാണ്. അന്ന് ഞാൻ LKG തൊട്ട് ഏതാണ്ട് 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ അദ്ദേഹമായിരുന്നു എൻ്റെ ഹീറോ. അന്ന് വലിയ വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ കൊച്ചു മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യമാണ്, അന്ന് അദ്ദേഹമായിരുന്നു എല്ലാത്തിനേക്കാളും. ഞാൻ അദ്ദേഹത്തിൻ്റെ പല മാനറിസങ്ങളും ഇപ്പോഴും എനിക്കറിയാം. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കപ്പെടേണ്ടത്, എനിക്ക് അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തി, നിങ്ങളുടെ ഓരോ ആക്റ്റുകളും കൊച്ചു കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. യാതൊരു സംശയവും വേണ്ട, നിങ്ങൾ നിഷേധിക്കുകയൊന്നും വേണ്ട, ഉറപ്പാണ്. പല കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഡ്രൈവർകളെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി, ഇന്ന് ക്ലാസ് എടുത്തതുകൊണ്ടോ മറ്റോ ഇവിടെ നിന്ന് പഠിച്ചതുകൊണ്ടോ ഒക്കെ ഉണ്ടാകും. അറിവുള്ളവരെ ക്രിമിനൽ കേസുകളിൽ പെടുത്തില്ലേ? വലിയ വലിയ ക്രിമിനൽ കേസുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അറിവില്ലാഞ്ഞിട്ടാണ്. അല്ല, എൻ്റെ ചോദ്യം, അറിവില്ലാഞ്ഞിട്ടാണോ ക്രിമിനൽ കേസുകൾ നമ്മൾ പത്രവാർത്തകളിൽ മറ്റേ ഇതില്ലാത്തൊക്കെ വരുന്നത്? എത്രയോ അറിവുകളോട് എത്രയോ ക്രിമിനൽ കേസുകളിൽ പെടുന്നു, അറിവില്ലാഞ്ഞിട്ടാണ്. അല്ല, നമ്മൾ ആ അറിവിന് എങ്ങനെ ജനങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നു, എങ്ങനെ അത് പെരുമാറുന്നു, എങ്ങനെ കൊടുക്കുന്നു, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മനോജ് K ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വാഹന വകുപ്പ് 2000 മുതൽ റോഡ് സുരക്ഷാ ക്ലാസുകൾ നടത്തുകയും അതുപോലെ തന്നെ EIB ട്രെയിനിങ് നടത്തുകയും ചെയ്യാറുണ്ട്. പറവൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഏരിയയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ഒരു വഴിയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. കുഞ്ഞുങ്ങൾ നാളത്തെ അസറ്റാണെന്ന് എല്ലാവരും പറയും. അതിനോടൊപ്പം തന്നെ അവരുടെ സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് മാതൃകാ ഡ്രൈവർമാർ. അവരെ കാണുന്നത് മുഴുവൻ ആ ഡ്രൈവർ ഓടിച്ചാൽ വണ്ടി വേഗത്തിലെത്തും എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് കണിശമായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മോഡൽ ഡ്രൈവർമാരായിട്ട് തന്നെ ചെയ്യണം. അപകടങ്ങളില്ലാതെ നമുക്ക് വാഹനങ്ങൾ എങ്ങനെ സഞ്ചരിപ്പിക്കാം എന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു വഴിയാണ് ഈ റോഡെന്നുള്ളത് ന്യൂസിൽ പിടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം.
ഇനിയും അതിൻ്റെ വേഗത കൂടാൻ പോവുകയാണ്. കാരണം റോഡ് നന്നാക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ വന്ന വഴിക്കെല്ലാം ശ്രദ്ധിച്ചു, സൈഡിൽ മുഴുവൻ കാനകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസമാകും അത് മുഴുവൻ കഴിയാനായിട്ട്. അപ്പോൾ പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ടാവും. അപ്പോൾ വഴിയിൽ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ വേണം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സഞ്ചാരപഥം സംബന്ധിച്ചും വാഹനങ്ങളുടെ മികവ് സംബന്ധിച്ചും എല്ലാം ഇവിടെ പരിശോധനയും അതുപോലെ തന്നെ റോഡ് സുരക്ഷാ ക്ലാസും നടക്കും. അത് മാർഗദർശകമായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ വർഷം അപകടമില്ലാത്ത രീതിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ യശസ്സിന് കോട്ടം വരാത്ത രീതിയിൽ നിങ്ങളുടെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല ഒരു കാലം, ഒരു വർഷം, അക്കാഡമിക് വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അത് എല്ലാം വളരെ ക്രോഡീകരിച്ച് ശ്രീ വിനോദ് ഇവിടെ ഉണ്ട്. അദ്ദേഹം വളരെ നന്നായി തന്നെ പ്രസൻറ്റ് ചെയ്യും. ആ പ്രസൻറ്റേഷൻ മുഴുവനായി കേൾക്കണം. നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് ശ്രീ വിനോദ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒട്ടും മോശമല്ല. അപ്പോൾ അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ഈ EIB ലോകം ഈ വർഷത്തേത് നന്നായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. നോർത്ത് പറവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ N, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനീഷ് PJ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി നടന്നത്. നോർത്ത് പറവൂർ ജോയിന്റ് RTO ഷെർലി R, ടാലന്റ് പബ്ലിക് സ്കൂൾ ഡയറക്ടർ അബ്ദുൽ കലാം, ഞാറക്കൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിര സുധാകരൻ, നോർത്ത് പറവൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനീഷ് CC തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.